ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മോർണിംഗിലെ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. അതായത് സ്കൂളിലുള്ള ദിവസത്തെ ഒരു ഓട്ടപ്പാച്ചിലാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ 5 മണിന്നാണ്. ഞാൻ ശരിക്കും 4:30 ആയപ്പോൾ എഴുന്നേറ്റ് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തതും വീഡിയോ എടുത്തതും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 5 മണിന്ന് കാണിച്ചത്. അപ്പം ഞാൻ കുഞ്ഞുമണീസിന് ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ദോശയും കടലക്കറിയാണ്. അപ്പോൾ ദോശ കുറച്ചുണ്ടാക്കി കുഞ്ഞു കുഞ്ഞു ദോശയാണ് അവർക്ക് ടിഫിനിൽ കൊടുത്തു വിടുന്നത്. അപ്പോൾ അവർക്കതാണ് ഇഷ്ടവും. അപ്പോൾ അതുകൊണ്ട് കുട്ടി കുട്ടി ദോശ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കടലക്കറി ആയിട്ടുമുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയുമോ, വലിയ ദോശയാണ് കഴിക്കാൻ പാടാണ്, കുഞ്ഞ് നമ്മൾ പെട്ടെന്ന് കഴിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ അതിലൊരു കാര്യമുണ്ട് കേട്ടോ. ഒരു ഇങ്ങനത്തെ കുട്ടി ദോശകൾ ഒരു 4-5 6 അല്ലെ 5 ഇതിൽ കൂടുതൽ വെക്കാനും സമ്മതിക്കുകയില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. എത്രയാണോ നമ്മൾ എക്സ്ട്രാ വെച്ചിരിക്കുന്നത് അത് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല നെയ്യൊക്കെ ഒഴിച്ച് നല്ല കുഞ്ഞു കുഞ്ഞു ദോശകൾ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. കുറച്ചേ വെക്കുന്നുള്ളൂ, കാരണം അവർക്ക് കടലക്കറിയൊന്നും വലുതായിട്ട് വേണ്ട. ജസ്റ്റ് ഒന്നൊരു കറി വേണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ കേട്ടോ. ഒരു ജസ്റ്റ് ഒന്ന് തൊടാൻ വേണ്ടിയുള്ള കറി. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ കടലക്കറിയൊക്കെ. ശരിക്കും പറഞ്ഞാൽ 4:30 എഴുന്നേറ്റ് പാട്ടുമൊക്കെ വെച്ച് ഇങ്ങനെ ഡിവോഷണൽ സോങ് ഒക്കെ കേട്ടിട്ടാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ഇത് അതാണ് എൻ്റെ സ്പീക്കർ കേട്ടോ. അത് ചാർജ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത് കുത്തിയിട്ടിട്ടാണ് ഈ പാട്ട് വെച്ചിട്ട് കേൾക്കുന്നത് ബ്ലൂടൂത്ത് വഴി. ഇതെനിക്ക് നാത്തൂന് കൊണ്ടു തന്നതാണ് കേട്ടോ. ഒരു ജപ്പാനിൽ പോയപ്പോൾ കൊണ്ടു തന്ന സാധനമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. നമ്മുടെ ആ ഒരു കിച്ചണിൽ മാത്രം കേൾക്കുന്ന രീതിയിൽ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞത് ഞാൻ ദോശയൊക്കെ ചുട്ടു. ഇനിയിപ്പോൾ അവരുടെ ടിഫിൻ പാക്ക് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇതാണ് അവരുടെ ടിഫിൻ ബോക്സ്. ഒരാൾക്ക് ഇങ്ങനെ നീളത്തിലിരിക്കുന്നു, ഒരാൾക്ക് റൗണ്ട് രീതിയിലുള്ളതാണ് കേട്ടോ. അപ്പം കുഞ്ഞു കുഞ്ഞ് ഇതിനകത്താണ് കറി എടുക്കുന്നത്. ഒരെണ്ണത്തിനകത്ത് അവർക്ക് ഫുഡ് കൊടുത്തു വിടുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു മധുരത്തിന് മിക്കവാറും ചോക്ലേറ്റ്സ് ഒക്കെ തന്നെ ആയിരിക്കും എന്തെങ്കിലും ഒരിച്ചിരി കൊടുത്തു വിടാറുണ്ട്. ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിരിക്കും. അതിനുവേണ്ടിയാണ് വേറൊരു കുഞ്ഞു പാത്രം ഉള്ളത് കേട്ടോ. അങ്ങനെ ദോശ വെച്ചു. പിന്നെ ഈ കടലക്കറി ഒഴിക്കുകയാണ്. അധികം കടല വെക്കാൻ പാടില്ല, ഇത്തിരി കറി മതി, അങ്ങനെയൊക്കെയാണ് ഇവിടെ കേട്ടോ. ഒരുപാടൊന്നും നിങ്ങൾ ഓർക്ക് ഇതെന്താ ഇച്ചിരി വെക്കുന്നതെന്ന്, അതങ്ങനെയാണ്. അങ്ങനെ വെച്ചാലേ അവർ കഴിക്കൂ, അതെങ്കിലും കഴിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ കറിയിൽ പാതി എനിക്ക് കൊണ്ടുവരികയും ചെയ്യട്ടെ. ഈ കൊടുത്തു വിടുന്നത് ഇത്രയും കൊടുത്തു വിടുന്നതിൽ പാതി കൊണ്ടുവരികയും ചെയ്യുക. അങ്ങനെ ദേ ചോക്ലേറ്റ്സ് ആണ് ഇന്ന് വെക്കുന്നത്. ഡയറി മിൽക്കിൻ്റെ 2 ചെറിയ പീസാണ് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് വായിലിടാൻ വേണം എന്നിങ്ങനെ പറയും. അപ്പം ഒന്നെങ്കിൽ ഫ്രൂട്ട്സ് ഉള്ള ദിവസം ഫ്രൂട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുട്ടി കുട്ടി പാൻ കേക്ക് ഉണ്ടാക്കിയാണെങ്കിലും അതിനകത്ത് വെക്കട്ടെ ഇച്ചിരി മധുരത്തിൽ. അങ്ങനെ ദേ 2 പേരുടെയും ലഞ്ച് ബോക്സ് റെഡിയായി, ചെറിയ സ്നാക്സ് ബോക്സും റെഡിയായി. ഇന്നതിൽ കേക്കാണ് വെച്ചിരിക്കുന്നത്. തണുപ്പുള്ളത് കൊണ്ട് തന്നെ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ നമ്മുടെ ഫ്ലാസ്ക് രീതിയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി പിന്നെ ചൂടുവെള്ളം തന്നെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഞാൻ ഇത്രയും പണി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇച്ചിരി നമ്മുടെ ചിയാ സീഡും ഒക്കെ ഇട്ടിട്ട് തേനും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ. ഞാനത് മറന്നു പോയായിരുന്നു. ഇന്ന് ഡെയിലി രാവിലെ എഴുന്നേറ്റ് അത് ചെയ്യുന്നതായിരുന്നു. ഇന്ന് ആ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇതൊക്കെ വിട്ടുപോയി. അപ്പോൾ ഞാൻ അതുകൂടെ കുടിച്ചേക്കാമെന്ന് വെച്ചിട്ട് അത് കുടിക്കുകയാണ്. ആ വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നപ്പോഴേക്കും 5:15 അലാറം അടിച്ചു. അപ്പോഴേക്കും പോയി വലിയാളെ വിളിച്ചുകൊണ്ട് വന്നു. ആൾ ബ്രഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി ഇത്തിരി താമസമാണ് ആൾക്ക് ഒരുങ്ങി ഇറങ്ങാൻ. അതുകൊണ്ടാണ് ഈ 5:15 വിളിക്കുന്നത്. എന്നാലേ ഞങ്ങൾക്ക് 6:20 ആകുമ്പോൾ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആളെ വിളിച്ചുണർത്തിയതിന് ശേഷം ഞാനിനിയും ഡോറൊക്കെ തുറക്കാൻ പോവാണ്. ഫ്രണ്ടിലൊക്കെ ഒന്ന് തൂത്ത് ഒക്കെ ഇടും. തൂക്കുക മാത്രമല്ല, ഫ്രണ്ടിലൊന്ന് കഴുകിയിടണം കേട്ടോ. കാരണം ഇപ്പം നമ്മുടെ ആ വീടിന് ചുറ്റും മേളിലും സൈഡിലും എല്ലാ വീടുകളിലും മെയിൻ്റനൻസ് പരിപാടി നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നും ഭയങ്കര ഡസ്റ്റാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ തൂക്കാൻ തന്നെ മടിയാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാർ തൂക്കാൻ വരുമെങ്കിൽ അവർ നല്ല നീറ്റായിട്ടൊന്നും ചെയ്യൂല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം അവർക്ക്, എന്നാലേ അവർ ചെയ്യുകയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ മിക്ക ദിവസവും ഇറങ്ങി തൂക്കുകയാണ് പരിപാടി. ഇപ്പോൾ ഈ എല്ലായിടത്തും പണി നടക്കുന്നുണ്ട്. നമ്മുടെ അവിടെയൊക്കെ നല്ല ഡസ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് അടിച്ചിട്ട് ഇപ്പോൾ പനിയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് തൂക്കാറില്ല എല്ലാ ഡെയിലിയൊന്നും. അപ്പോൾ ഇന്ന് എന്തായാലും തൂത്തൊന്ന് കഴുകിയിടണം, കാരണം നല്ലപോലെ ഡസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൂത്തിട്ടൊന്ന് കഴുകിയിടാൻ വേണ്ടി കൂടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾക്ക് ഇത് ഞാൻ തൂക്കുമ്പോൾ തന്നെ കാണാമല്ലോ, നല്ല പൊടിയാണ്. അത് സിമെൻറ്റിൻ്റെ പൊടിയൊക്കെയാണ് കേട്ടോ. നമ്മുടെ ആ ഫ്രണ്ടിലുള്ളതും നമ്മുടെ മേളിൽ സൈഡിൽ 2 ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തൂത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇനി അതൊന്ന് കഴുകിയിടാൻ പോവാണ്. കഴുകിയിട്ടിട്ട് ഒരു പ്രയോജനമില്ല. 9 മണിയാകുമ്പോഴേക്കും വീണ്ടും മൊത്തത്തിൽ സിമെൻറ്റും പൊട്ടിയും എല്ലാം ആയി കഴിഞ്ഞിരിക്കും. എന്നാലും കഴുകിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ പോലാണ് കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ആൾക്കാർ ഉണർന്നിട്ടുണ്ടായിരിക്കും. ഓരോ സൈഡിൽ ഇങ്ങനെ തൂക്കുന്നതും ഇങ്ങനെ കഴുകിയിടുന്നതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നുണ്ടല്ലോ, ഇവിടെ ഒന്നാമത്തെ കാര്യം നമുക്ക് വലിയ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പെറ്റിനെ വളർത്തുന്ന കൂട്ടത്തിലൂടെയുള്ളതാണ്. ഈ പട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, നമ്മുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ടായിരിക്കും അവർ നിർത്തുന്നത് കേട്ടോ. അതുങ്ങൾ വന്ന് ഇങ്ങനെ ചെയ്യും, 1-ന് പോവും 2-ന് പോവും ഒക്കെ ചെയ്യാറുണ്ട് പലപ്പോഴും. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആകെ ഒരു 1-2 പ്രാവശ്യം മാത്രമാണ് കേട്ടോ. അങ്ങനെ ആ കഴുകലും കാര്യങ്ങളും
തൂപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് നമ്മളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയിട്ടിട്ട് കഴിയുമ്പോൾ പിന്നെ അതുങ്ങൾ അഥവാ വന്നാൽ തന്നെ ആ ഒരു പരിസരത്തോട്ടൊന്നും വെള്ളമൊക്കെ കിടക്കുന്നുണ്ട് വരില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അകത്ത് കയറി വലിയ ആൾ ഫുഡ് കഴിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ ദേ തൂക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. മിക്ക ദിവസങ്ങളിലും ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ എൻ്റെ തൂപ്പും കാര്യങ്ങളും ഒക്കെ നടത്താറുണ്ട്. ഇപ്പം ഞാനങ്ങനെ എക്സസൈസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഈ മൊബൈലിൽ വെച്ചിട്ടിരുന്ന് എക്സസൈസ് ചെയ്യുന്നതിന് ഇച്ചിരി ഒരു മടിയാണ് കേട്ടോ. നെറ്റിന് നല്ല ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്കിപ്പം നമ്മുടെ ടി വിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോൾ ആ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആ എക്സസൈസിന് വരെ ചെയ്യുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ഓക്കെ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഈ തൂപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്തത് തുടച്ചുകൂടി ഇടാനായിട്ട്. അപ്പോൾ പലപ്പോഴും ഞാനിങ്ങനെ തുടച്ചും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്യുമ്പം കൊച്ചാൾ വന്നിട്ട് ചോദിക്കും, എന്താ അമ്മേ ഇന്ന് രാവിലെ ചെയ്യുന്നേ, എന്തിനാ രാവിലെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. എനിക്ക് പിന്നെ രാവിലെ തന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ തീർത്ത് കഴിയുമ്പോൾ ഒരു ആശ്വാസമാണ് കേട്ടോ. പിന്നെ കൊച്ചാളെ ഒരുക്കി ഒരു 8:45 കൊണ്ടുപോകുന്ന ടൈമിലേക്ക് എൻ്റെ ഏകദേശ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കും, ലഞ്ചിനുള്ള കാര്യങ്ങളും കഴിഞ്ഞിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് നേരെ കുളിയൊക്കെ കഴിഞ്ഞ് ആളെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കിടക്കാം, ടി വി കാണാം. അതുപോലെ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അങ്ങനെ ആരും കാണുന്നില്ലെങ്കിലും നമ്മൾ എടുക്കുന്ന വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സമയം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ ഏകദേശം എൻ്റെ പണികളെല്ലാം പൊതുവേ ഞാൻ തീർക്കാറുണ്ട്. അപ്പോൾ ഈ തൂപ്പും തുടപ്പും ഒക്കെ ആ ഒരു കൂട്ടത്തിൽ തന്നെ ഞാൻ ചെയ്ത് തീർക്കും കേട്ടോ. ഏകദേശം പണികൾ മുഴുവനും ഒതുങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജസ്റ്റ് പോയി ഒന്ന് കാലും കൈയൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു കേട്ടോ. കാരണം മുഷിഞ്ഞിരിക്കുന്ന ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇനിയും കണ്ടോൺമെൻറ്റിനുള്ളിൽ കയറിപ്പോയി കുഞ്ഞിനെ വിടാൻ പോണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ റെഡി ആയപ്പോഴേക്കും വലിയ ആളും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് കറണ്ട് പോയി. പിന്നെ ദേ ഈ എമർജൻസി ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അമ്മ ടൈറ്റ് ചെയ്ത് താന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ ടൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ മുടി രാത്രി തന്നെ ഞാൻ കെട്ടി വെച്ചിരിക്കും, 2 സൈഡിലും പിന്നെ കെട്ടി വെച്ചിരിക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചീകി അഴിച്ച് നല്ല വൃത്തിക്ക് ഒന്ന് കെട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് ലാഭമാണ് ടൈം. അല്ലെങ്കിൽ അത് ചുരുണ്ട മുടിയായിട്ട് നല്ല പാടായിരിക്കും കേട്ടോ ചീകി എടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം രാത്രി തന്നെ ഞാൻ ഈ പരിപാടിയൊക്കെ ഒതുക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കൊച്ചാൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. സാധാരണ 5:30 ആകുമ്പോഴേ എഴുന്നേറ്റ് വരുന്നതാണ്. ഇന്ന് നല്ല ഉറക്കമാണ്. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇനിയും കരയുമോ എന്നൊക്കെ. പക്ഷേ ആൾ അന്നേരത്തേന് ഉണർന്നു, പക്ഷെ വന്നില്ല. ഞാൻ കിടക്കുവാ, അമ്മ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഏകദേശ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ്. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓട്ടപ്പാച്ചിലും വീഡിയോ ഒക്കെ തീർന്നിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ഉടനെ കാണാം. ബൈ.